ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ മൂകാംബികയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സൗപർണിക നദിയിലേക്കാണ് പോകുന്നത്. ഇന്നലെ നമുക്ക് അവിടെ പോകാൻ സാധിച്ചില്ല. അപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം സമയം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സൗപർണിക നദിയിലേക്ക് പോയതിന് ശേഷം ബാക്കി യാത്രകൾ വീണ്ടും തുടരുന്നതായിരിക്കും. മൂകാംബികയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ആണ് ഈ സൗപർണിക നദിയുടെ ദൂരം. ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കുടജാദ്രി മലയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ഇതൊരു പുണ്യ നദിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഞങ്ങൾ പിന്നെ നദിയിൽ ഒന്ന് ഇറങ്ങി, പക്ഷേ വെള്ളം നല്ലപോലെ കുറവായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ യാത്രകൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് നേരെ പോകുന്നത് മുരുഡേശ്വർ ടെമ്പിളിലേക്കാണ്. അങ്ങനെ നമ്മൾ സൗപർണിക നദിയിൽ ഇറങ്ങി അതിനുശേഷം നേരെ പോകുന്നത് മുരുഡേശ്വർ ടെമ്പിളിലേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ആണ്, അതായത് 1.5 hours. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ചായയും വടയും കഴിച്ചിട്ടാണ് നമ്മൾ നേരെ വണ്ടിയിലോട്ട് പോയത്. ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? ഏകദേശം ഒരു 8:30 ആകുമ്പോഴത്തേക്ക് മുരുഡേശ്വറിൽ എത്തുമെന്നാണ് കാണിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ റോഡ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പ്ലാസ്റ്റിക് ആകട്ടെ അങ്ങനെ വേസ്റ്റും ഒന്നുമില്ല. അത്രയ്ക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡാണ്. അങ്ങനെ നമ്മൾ മുരുഡേശ്വർ അമ്പലത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ നേരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അകത്ത് പാർക്കിംഗ് ഫെസിലിറ്റീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര റഷ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ തന്നെ സൈഡിൽ പാർക്ക് ചെയ്തു. കർണാടകയിലെ ഉത്തര കന്നഡയിലുള്ള മുരുഡേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് മുരുഡേശ്വര ക്ഷേത്രം. അറേബ്യൻ കടലിന് സമീപമുള്ള കന്തുകഗിരി എന്ന ചെറിയ കുന്നിൻമുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. മൃഡേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സമുദ്രത്തിനടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര സമീപത്ത് പണികഴിപ്പിച്ചിട്ടുള്ള 123 അടി ഉയരമുള്ള ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങൾ വെച്ച് 2ാം സ്ഥാനമാണുള്ളത്. രാജസ്ഥാനിലെ നദ്വാരയിലാണ് വേൾഡിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ശിവ സ്റ്റാച്യു ഉള്ളത്. 369 അടി ഉയരമാണ് അതിനുള്ളത്. ലിഫ്റ്റ് കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രിയിലുള്ള വ്യൂ പോയിൻ്റ് കാണാൻ കഴിയും. അഡൽട്ട്സിന് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്, അതായത് 17ാമത്തെ നിലയിൽ. അവിടെയെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും താഴെ വന്നിട്ട് വീണ്ടും അവിടെ എല്ലാം ഒന്ന് കറങ്ങി കണ്ടു. ഇവിടുത്തെ ബീച്ചിൽ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ഇവിടെ സ്കൂബ ഡൈവിങ്, കടൽപ്പാലം, ബോട്ടിങ് എല്ലാം തന്നെയുണ്ട്. അതായത് ഒരു ചെറിയ മിനി ഗോവ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മുരുഡേശ്വർ ടെമ്പിളിലെ വിശേഷങ്ങൾ. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.